പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹായ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. ഒന്ന് ചിന്തിക്കണമേ, യേശുക്രിസ്തു പ്രസംഗിച്ചത് എന്താണ്? സമാധാനമാണ്. എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ വേണ്ടി രക്ഷയുടെ സദ്വാർത്തയായ സുവിശേഷം, രക്ഷയുടെ സദ്വാർത്തയായ ദൈവവചനം പ്രസംഗിച്ചുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ എഫേസോസിലെ വിശുദ്ധർക്ക്, എഫേസോസിലെ സഭാമക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്: വിദൂരസ്ഥരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നാട്ടിലോ യേശുക്രിസ്തു വചനം പ്രഘോഷിക്കപ്പെട്ട സ്ഥലത്തോ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വിദൂരത്തിൽ കഴിഞ്ഞവരിലേക്ക്. 1. 2, വിദൂരസ്ഥരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ വ്യക്തികൾ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുണ്ട്, ദൈവത്തിൽ നിന്നും ഒത്തിരി 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 അകന്നുപോയവരുണ്ട്, വളരെ വളരെ ദൂരം അകന്നുപോയവരുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്ന് അകന്നുപോയവര്, അതാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനോട് കൂടി കൂട്ടിച്ചേർന്ന് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു ആദത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദത്തെ മാത്രമല്ല, ഹവ്വായെ. ദൈവത്തോട് കൂടെ നടന്നവര് ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് സാത്താൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. പിന്നീട് വന്ന മനുഷ്യരെല്ലാം, ഈ തിന്മയിൽ അടിമപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നകന്നു പോകുന്നവരാ, ദൂരെ പോകുന്നവരാ. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു മാറി ജീവിക്കുന്ന ദൂരെ പോയ വിദൂരസ്ഥരോടും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അന്ന് കർത്താവ് ഈശോ മിശിഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വചനം കേൾക്കാതെ ലോകത്തിൻ്റെ പല മേഖലകളിലും താമസിക്കുന്നവരോടും ഇനി ജനിക്കാൻ പോകുന്നവരും, അവരും വിദൂരസ്ഥരാണ്. അന്ന് ജനിച്ച് വചനം കേട്ടവർ മാത്രമല്ല, തുടർന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ജനിക്കുവാൻ പോകുന്നവരുമായ വിദൂരസ്ഥരായ സകല മക്കളോടും കർത്താവ് ഈശോ മിശിഹ പ്രസംഗിക്കുന്ന വചനം എന്ത് വചനമാണെന്ന് അവിടെ പറയുന്നുണ്ട്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരിക്കുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. കണ്ടോ, ഈശോ പ്രസംഗിച്ചത് സമാധാനമാണ്, സമാധാനത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്: ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് വെറുപ്പല്ല, വിദ്വേഷമല്ല, വാശിയും വൈരാഗ്യവും ഒന്നുമല്ല, മറ്റുള്ളവരെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊല്ലണമെന്നല്ല, അല്ലെ കഴുത്തറുത്ത് കൊല്ലണമെന്നോ ബോംബ് വെച്ച് കൊല്ലണമെന്നോ അല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളിലേക്ക് സമാധാനം ഒഴുകിയെത്തും. സ്നേഹത്തിൻ്റെ വലിയൊരു ബോംബുമായിട്ടാണ്, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആറ്റം ബോംബുമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ പലർക്കും ആ സ്നേഹത്തിൻ്റെ ബോംബ് സ്വീകരിക്കുവാനോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യം. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം സമാധാനമാണ് പ്രസംഗിക്കുന്നത്. ഈശോ പ്രസംഗിച്ചത് സമാധാനമാണ്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വസ്തു കൈകേറിയവനല്ലേ, അവൻ്റെ കുതികാല് വെട്ടാൻ ഈശോ പറഞ്ഞില്ല. നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവനോട് മറുചുവടും കൂടെ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നീ അവനോട് ക്ഷമിച്ചവരെ അനുഗ്രഹിക്കുവാനായിട്ടാണോ? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്നേഹമാണ്.
ആ സ്നേഹം തന്നെയാകുന്ന ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കുക. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന വിദൂരസ്ഥരായിക്കോട്ടെ സമീപസ്ഥരായിരിക്കോട്ടെ, ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കും ഈ ലോകത്തിൻ്റെ പലതും ചിന്തിക്കുമ്പോൾ അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകും. സുവിശേഷകരായിക്കോട്ടെ, ധ്യാനഗുരുക്കന്മാരായിക്കോട്ടെ, പലപ്പോഴും അവരുടെ ജീവിതത്തിലും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ കാരണം ഈ ലോകത്തിൻ്റെ മക്കളെല്ലാം കൂടി അവരുടെ മുകളിലേക്ക് കുതിര കയറുകയും കള്ളക്കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപക്ഷെ ധ്യാനിപ്പിക്കുന്നവരാണെന്ന് പറയാം, അവർ മനുഷ്യരാണ്, അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടവർക്ക്, ദൈവത്തിൽ നിന്ന് അകന്ന് വിദൂരസ്ഥരായി മാറിയവർക്ക്, അല്ല ഇനി സമീപസ്ഥരായ നിങ്ങൾക്കും, വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവിടുന്ന് സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. അതുകൊണ്ടാണ് അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ പ്രവേശിക്കുവാൻ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്ന് വചനം പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. 18-ാമത്തെ വചനത്തിലാണ് അതിനാൽ അവനിലൂടെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ, കാരണം പരിശുദ്ധാത്മാവാണ് സമാധാനം നൽകുന്നത്, ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും എന്ന് പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ടവർക്കും സമാധാനമുള്ളവർക്കും സമാധാനം വേണ്ടവർക്കും ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പ്രസംഗിച്ച സമാധാനത്തിൻ്റെ വചനം, ആ സമാധാനത്തിൻ്റെ വചനം യേശു പ്രസംഗിക്കുന്നു. അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്കും അവിടുത്തെ വചനം സമാധാനം കടന്നു വരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ, വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനത്തിൻ്റെ വചനം പ്രസംഗിച്ചുവെന്ന്. കർത്താവായ ദൈവമേ, ആ സമാധാനത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ചേർത്ത് വെച്ച് പതിപ്പിച്ച് നൽകണമേ. സമാധാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും ജീവിക്കുവാനും അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.